ഹലോ, ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ചൈന ഗ്രാസും ജലാറ്റിനും ഒന്നും ഉപയോഗിക്കാതെ തയ്യാറാക്കിയ ഒരു അടിപൊളി ചോക്ലേറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. വെറും 5 മിനിറ്റിനുള്ളിൽ തന്നെ തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം. പിന്നെ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ മടിക്കാതെ ഡിസ്ലൈക്ക് അടിച്ചോളൂ. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് എഴുതിയ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴേ ഇങ്ങനെ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടെ പ്രസ് ചെയ്യുക. അപ്പോഴേ ഇങ്ങനെ കാണാം. അതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലേ ചാനലിലെ പുതിയ അപ്ഡേഷനുകളൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പുഡിങ് സെറ്റ് ചെയ്യാനുള്ള മോൾഡ് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഞാനിപ്പോൾ ഇതുപോലുള്ള കേക്കിൻ്റെ മോൾഡാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അടിയിലും സൈഡിലും ഒക്കെ ഒന്ന് എണ്ണ ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിനെ നമുക്ക് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് പുഡിങ്ങിൻ്റെ മിക്സ് റെഡിയാക്കാം. ഇതിനായിട്ടിപ്പോൾ ഞാനൊരു സോസ് പാനിലേക്ക് 1/2 ലിറ്റർ പാല്, 1/2 കപ്പോളം പഞ്ചസാര, 1/2 കപ്പോളം തന്നെ കോൺഫ്ലോർ, 3 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ വാനില എസൻസ്, ഇവയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് കട്ട കെട്ടാതെ ഇതിനെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കട്ടയൊന്നും കെട്ടാതെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണം കേട്ടോ നമ്മളിത് സ്റ്റൗവിൽ വെക്കാനായിട്ട്. ഇപ്പം ഞാനിത് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ കൈവിടാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ചേർക്കുക കേട്ടോ. ഈ ഡാർക്ക് ചോക്ലേറ്റ് ഇല്ലെങ്കിൽ പകരം നിങ്ങൾക്ക് ഡയറി മിൽക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് വീണ്ടും ഇതിനെ കൈവിടാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിൽ ചോക്ലേറ്റൊക്കെ നല്ല പോലെ മെൽറ്റായിട്ടൊന്ന് വരും, അതുവരേക്കും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ചോക്ലേറ്റൊക്കെ ഇതിൽ നല്ല പോലെ മെൽറ്റായി ഈ ബാറ്റർ ഏകദേശം ഒന്ന് തിക്കായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ച് വെച്ചിട്ട് വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് ഈ ബാറ്റർ നല്ല പോലെ തിക്കായി കട്ടിയായിട്ട് വരും. അപ്പോൾ അതുവരേക്കും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ദാ നമ്മുടെ ബാറ്റർ നല്ല പോലെ തിക്കായി കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതിനെ ചൂടോട് കൂടെ തന്നെ നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ പുഡിങ്ങിൻ്റെ മിക്സ് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തട്ടി കൊടുത്തിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിന് നല്ല പോലെ ചൂട് പോകാനായിട്ട് മാറ്റി വെക്കുക കേട്ടോ. നല്ല പോലെ ചൂട് പോയതിന് ശേഷം മിനിമം ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിലും കൂടെ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക കേട്ടോ. ഫ്രീസറിലല്ല കേട്ടോ വെക്കേണ്ടത്, ഫ്രിഡ്ജിലാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2-3 മണിക്കൂർ തണുപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് ഉപയോഗിക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ അടിപൊളി ചോക്ലേറ്റ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒരിക്കലും നഷ്ടമാവില്ല. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും ആവശ്യമുള്ളൂ, വളരെ കുറച്ച് സമയവും മാത്രമേ ആവശ്യമുള്ളൂ. എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ മടിക്കാതെ ഡിസ്ലൈക്ക് അടിച്ചോളൂ കേട്ടോ. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് എഴുതിയ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴേ ഇങ്ങനെ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടെ പ്രസ് ചെയ്യുക. അപ്പോഴേ ഇങ്ങനെ കാണാം. അതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലേ ചാനലിലെ പുതിയ അപ്ഡേഷനുകളൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം.